Welcome to class 11 Physics P17 Vectors. Class 11 Physics for HSC, CBS and ASC students, and we begin chapter 4 of unit 2 today. Motion in a plane. Motion in a plane. And when we study motion in a plane, we have to understand what are vectors. അപ്പോൾ ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന ക്ലാസ് 11 ക്ലാസ് ഈ ചാപ്റ്റർ 4 ആണ് മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ പഠിക്കണമെങ്കിൽ വെക്ടേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് വെക്ടറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. വെക്ടർ എന്ന് പറഞ്ഞാൽ ദിശയുള്ള ക്വാണ്ടിറ്റി എന്ന അർത്ഥം. സദിശം, ദിശയുള്ള ക്വാണ്ടിറ്റി. വെക്ടർ എ വെക്ടർ ഇസ് എ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. എക്സാമ്പിൾ വെലോസിറ്റി, മൊമെൻറ്റം, ഫോഴ്സ് എക്സെട്ര. ഈ വെലോസിറ്റി, മൊമെൻറ്റം, ഫോഴ്സ് പോലെയുള്ള അളവുകൾക്ക് മാഗ്നിറ്റ്യൂഡുണ്ട്, ഡയറക്ഷനുണ്ട്. അങ്ങനെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരുമിച്ചുള്ള ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് വെക്ടേഴ്സ്. നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. നീഡ് ഓഫ് വെക്ടേഴ്സ്. ഈ വെക്ടറിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ എന്തിനാണ് വെക്ടർ പഠിക്കുന്നത്? അതിന് കാരണം ഇതാണ്. ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ പ്ലെയിൻ ഈസ് ടു dimensional. The motion of a particle in a plane is two-dimensional. While motion of a particle in space is three-dimensional. ഒരു പ്ലെയിനിൽ, ഒരു മേശപ്പുറത്ത് പിന്നെ നമ്മളൊരു ബോൾ ഉരുട്ടി വിട്ടാൽ അത് 2-dimensional മോഷനാണ്. അതേപോലെ സ്പേസിൽ ഒരു ഫ്ലൈ പറക്കുകയാണെങ്കിൽ അത് 3-dimensional മോഷനാണ്. The motion of a particle in a plane is 2-dimensional, while motion of a particle in space is 3-dimensional. To represent the direction in these situations, we have to develop a new concept called the concept of vectors. അപ്പോൾ 2-dimensional മോഷൻ അല്ലെങ്കിൽ 3-dimensional മോഷൻ അത് ശരിക്കും മനസ്സിലാക്കാൻ ഈ വെക്ടർ കൺസെപ്റ്റ് അത്യാവശ്യമാണ്. വെക്ടർ പഠിച്ചാൽ ഈ 2-dimensional മോഷൻ, 3-dimensional മോഷൻ നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനിയാണ് നമ്മൾ ഈ വെക്ടറിൻ്റെ ശരിക്കുള്ള മീനിങ് പറയുന്നത്. സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്. ഈ അളവുകളെ, ക്വാണ്ടിറ്റികളെ രണ്ടായി തരംതിരിക്കും. സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്. അതിശം അല്ലെങ്കിൽ സദിശം എന്ന് മലയാളത്തിൽ പറയും. സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്. The physical quantities must be divided into two classes. Number 1, scalar quantities or scalars. Number 2, vector quantities or vectors. അപ്പോൾ ക്വാണ്ടിറ്റികളെ നമ്മൾ രണ്ടായി തരംതിരിക്കും, സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്. സ്കേലാർസ്, the physical quantities whose specification requires only magnitude but in no direction are called scalars. The examples of scalars are distance, speed, mass, density, volume, time, work, power, energy of any form, electric current, potential, temperature, pressure, frequency, etc. ഇതെല്ലാം സ്കേലാർസാണ്. ഇവ ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, ഡയറക്ഷൻ വേണ്ട. അപ്പോൾ 2 എക്സാമ്പിൾ വിളിച്ചാൽ മതി. ഇവിടെ നമ്പർ ഓഫ് എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ് സ്കേലാർസിൻ്റെ. ഇതിൻ്റെ വെക്ടർ എന്താണ്? വെക്ടേഴ്സ്. The physical quantities whose complete specification requires magnitude and direction both are called vectors. The examples of vectors are displacement, velocity, acceleration, force, linear momentum, torque, weight, angular momentum, electric field strength, magnetic field strength, gravitational field strength, current density, angular displacement of small angles, elementary surface area, gradient of any scalar function. Example, temperature gradient, potential gradient, impulse, etc. Number of examples. You need only study 2 examples by heart. അപ്പോൾ ദിശയും തുകയുമുള്ള അളവുകളെ വിളിക്കുന്ന പേരാണ് വെക്ടേഴ്സ്. വെക്ടേഴ്സിൻ്റെ എക്സാമ്പിളാണ് വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ് പോലെ ഉള്ളവ. അപ്പോൾ 2-dimension, 3-dimension പഠിക്കാനായിട്ട്, മോഷൻ പഠിക്കാനായിട്ട് വെക്ടേഴ്സ് ഒരു നെസസിറ്റിയാണ്. ഇനി വെക്ടറിൻ്റെ ചില കൺസെപ്റ്റുകളാണ്. നൊട്ടേഷൻ ഓഫ് വെക്ടേഴ്സ്. നൊട്ടേഷൻ എങ്ങനെയാണ് വെക്ടർ നൊട്ടേറ്റ് ചെയ്യുക, അത് റെപ്രസെൻറ്റ് ചെയ്യുക. അത് ഗ്രാഫിക്കലായിട്ടും അതുപോലെ സിംബോളിക്കായിട്ടും കാണിക്കും. ഗ്രാഫിക്കലായിട്ടെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന OP ലൈൻ വെക്ടറാണ്. അതിന് ആരോ ഹെഡ് ഉണ്ട്, ടെയിലും ഉണ്ട്. O ആണ് ടെയില്, P ആണ് ആരോ ഹെഡ്. അങ്ങനെയാണ് നമ്മൾ വെക്ടർ കാണിക്കുന്നത്. സിംബോളിക്കായിട്ട് എഴുതുമ്പോൾ A എഴുതി മുകളിൽ ഒരു ആരോ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു ബാർ വലിച്ചാൽ മതി. Graphically, a vector quantity is represented by an arrow of suitable length
അനുയോജ്യമായ നീളമുള്ള ഒരു ലൈൻ വരച്ചിട്ടാണ് വെക്ടറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ലെങ്ത് ഓഫ് ആരോ റെപ്രസെൻറ്റ്സ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ടിപ്പ് ഓഫ് ദി arrow head represents the direction. The initial point of arrow is called the tail and the terminal point of arrow is the arrow head. Figure arrow OP represents a given vector. OP represents, need to write OP represents a given vector A, O being the tail and P the head. O ആണ് ഇവിടെ tail, P ആണ് head, OP ആണ് vector. ആ vector സിംബോളിക്കായിട്ട് A എന്ന് എഴുതും. A മുകളിൽ ആരോ ഇടണേ, ആരോ ബാറോ ഇട്ടാൽ മതി. ഇനി അടുത്ത ഡെഫിനിഷൻസ് ആണ്. വാട്ട് ആർ ഈക്വൽ വെക്ടേഴ്സ്? രണ്ട് തുല്യ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ വെക്ടേഴ്സ്, two vectors are said to be equal if they possess same magnitude, if they have the same magnitude and same direction. For example, in the figure, two vectors A and B have equal length and possess same direction. Hence, vector A and vector B are equal. A equal to B. അപ്പോൾ തുല്യ നീളവും ഒരേ ഡയറക്ഷനുള്ള രണ്ട് വെക്ടറിനെയാണ് നമ്മൾ ഈക്വൽ വെക്ടർ എന്ന് പറയുന്നത്. ഈ പടത്തിൽ എയും ബിയും രണ്ട് ഈക്വൽ വെക്ടറാണ്. അവരുടെ പാരലായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഡയറക്ഷൻ ഒന്നാണ്, നീളവും ഒരുപോലെയാണ് വരച്ചിരിക്കുന്നത്, അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഒന്നാണ്. അപ്പോൾ ഈ പടം കാണിക്കുന്നത് രണ്ട് ഈക്വൽ വെക്ടേഴ്സിനെയാണ്. രണ്ട് ഈക്വൽ വെക്ടേഴ്സിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കും. നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തുല്യ നീളത്തിൽ വരയ്ക്കുന്ന നെഗറ്റീവ് വെക്ടർ. നെഗറ്റീവ് വെക്ടേഴ്സ്, ടു വെക്ടേഴ്സ് ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ് but directed in opposite directions are called negative vectors. Vectors C and D are negative vectors. ഈ പടത്തിൽ സി ഡി ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചിരിക്കുകയാണ്. തുല്യ നീളമാണ്, പാരലാണ്, ഇപ്പോൾ ഡയറക്ഷൻ സെയിം ആണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതുകൊണ്ട് ഇത് നെഗറ്റീവ് വെക്ടർ എന്ന് പറയും, നെഗറ്റീവ് വെക്ടർ. പിന്നെ യൂണിറ്റ് വെക്ടർ എന്നൊരു ടേമുണ്ട്. യൂണിറ്റ് വെക്ടർ എന്താണ്? യൂണിറ്റ് വെക്ടർ എന്ന് നോക്കൂ. മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടറാണ് യൂണിറ്റ് വെക്ടർ. എ വെക്ടർ ഹാവിങ് മോഡുലസ് യൂണിറ്റി, മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ഈസ് കോൾഡ് യൂണിറ്റ് വെക്ടർ. ഇറ്റ് ഈസ് ഡയമെൻഷൻലെസ് ആൻഡ് റെപ്രസെൻറ്റ് ഓൺലി ഡയറക്ഷൻ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ക്യാപ്പ് ഓർ എ ക്യാരറ്റ്, ഒരു ആരോ പോലെ മുകളിലിടും ഓൺ ദി വെക്ടർ. ഫോർ എക്സാമ്പിൾ, യൂണിറ്റ് വെക്ടർ എലോങ് വെക്ടർ എ ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ ക്യാപ്പ് ഓർ എ ക്യാരറ്റ്. If A vector modulus magnitude or A is the magnitude modulus of A, then A cap is equal to A vector by modulus A or A vector by A. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുക ഒന്നായിരിക്കും, ഡയറക്ഷൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് എ ക്യാപ്പ് എന്നാണ്. എ ക്യാപ്പ് എന്നോ ബി ക്യാപ്പ് എന്നോ പി ക്യാപ്പ് എന്നൊക്കെ എഴുതും. മുകളിൽ ഒരു ക്യാപ്പ് പോലെ വെക്കും. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗിവൺ വെക്ടർ ക്യാപിറ്റൽ എ ഉണ്ട്, അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ എ വെക്ടറിനെ നമ്മൾ അതിൻ്റെ മോഡുലസ് കൊണ്ട്, എയുടെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എ ക്യാപ് ഈസ് ഈക്വൽ ടു എ വെക്ടർ ബൈ മോഡുലസ് എ. ദാസ് എ യൂണിറ്റ് വെക്ടർ അലോങ് എനി ഡയറക്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി വെക്ടർ ഇൻ ദാറ്റ് ഡയറക്ഷൻ ഡിവൈഡഡ് ബൈ ദി മാഗ്നിറ്റ്യൂഡ്. അങ്ങനെ പറയാം നമുക്ക്. വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഹരിച്ചാൽ യൂണിറ്റ് വെക്ടർ കിട്ടും. ഇനി ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്, ഈ മൂന്ന് പെർപെൻഡിക്കുലർ ദിശയിലുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. കൺവെൻഷനലി യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് എക്സ് വൈ ഇസഡ് ആക്സസ് ഓഫ് എ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആർ റെപ്രസെൻറ്റഡ് ആസ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് റെസ്പെക്റ്റീവ്ലി. അതിന് പേര് താഴെയുണ്ട്. ബൈ ഡെഫിനിഷൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈച്ച് വെക്ടർ ഈസ് 1. ദാറ്റ് ഈസ്, പടം നോക്കുക, യൂണിറ്റ് വെക്ടേഴ്സ് റെപ്രസെൻറ്റേഷനാണ്. ഐ ക്യാപ്പ് ഈസ് ഇൻ എക്സ് ഡയറക്ഷൻ, ജെ ക്യാപ്പ് ഇൻ വൈ ഡയറക്ഷൻ, കെ ക്യാപ്പ് ഇൻ ഇസഡ് ഡയറക്ഷൻ. ദെൻ ദേ ആർ കോൾഡ് ഐ ജെ കെ, ക്യാപിറ്റലിലും കുഴപ്പമില്ല. ഐ ജെ കെ ആർ കോൾഡ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. ആൻഡ് യു റിമെമ്പർ മോഡുലസ് ഓഫ് എ യൂണിറ്റ് വെക്ടർ, ദാറ്റ് ഈസ് മോഡുലസ് ഐ ഈക്വൽ മോഡുലസ് ജെ ഈക്വൽ മോഡുലസ് കെ ഈസ് ഈക്വൽ 1. എല്ലാ യൂണിറ്റ് വെക്ടറിൻ്റെ മോഡുലസ് ഒന്നാണ്, ഡയറക്ഷൻ മാത്രം വ്യത്യസ്തമാണ്. ഐയും ജെയും കെയും തുല്യമല്ല, കാരണം ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് തുല്യമല്ല, പക്ഷേ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. നമുക്ക് ഐ ഇസ് നോട്ട് ഈക്വൽ ടു ജെ നോട്ട് ഈക്വൽ ടു കെ എന്നുള്ളതാണ് റൂള്.
പക്ഷേ മോഡുലസ് ഐ ഇസ് ഈക്വൽ ടു മോഡുലസ് ജെ ഇസ് ഈക്വൽ ടു മോഡുലസ് കെ ഇസ് ഈക്വൽ ടു 1. മോഡുലസ് മീൻസ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് 3-1 പക്ഷേ ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് വെക്ടർ ഐയും ജെയും കെയും തുല്യമല്ല, മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്. ഐയും ജെയും കെയും തുല്യമല്ലാതെ വരുന്നതിൻ്റെ കാരണം അവയുടെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ടാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട വെക്ടറോട് നൾ വെക്ടർ എന്ന് പറയും. നൾ വെക്ടർ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. നൾ വെക്ടർ മീൻസ് സീറോ വെക്ടർ എന്ന് പറയും. സീറോ വെക്ടർ. A null vector is a vector which has zero magnitude and is an arbitrary direction. ഒരു പ്രത്യേക ദിശയിൽ സീറോ മാഗ്നിറ്റ്യൂഡുള്ള ഒരു വെക്ടർ പ്രവർത്തിച്ചാൽ അതിനെ വിളിക്കുന്ന പേര് നൾ വെക്ടർ. ദിസ് ഈസ് ഓൾസോ കോൾഡ് സീറോ വെക്ടർ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ സീറോ ക്യാപ്. സീറോ ക്യാപ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബാലൻസ് വെക്ടർ ഇക്വേഷൻസ്. വെക്ടർ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ വെക്ടർ ഈസ് ഈക്വൽ ബി വെക്ടർ, ദാറ്റ് ഈസ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സീറോ വെക്ടർ. അങ്ങനെ എഴുതും നമ്മൾ. As LHS is a vector, RHS must be a vector. Thus, null vector is not simply a zero number, it is a vector. ഇനി ഈ മീനിങ് ഓഫ് നൾ വെക്ടർ, ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് മീനിങ് ഓഫ് നൾ വെക്ടർ ഓർ എക്സാമ്പിൾസ്. നൾ വെക്ടർ ഇസ് എ വെക്ടർ ഹൂസ് ഹെഡ് ആൻഡ് ടെയിൽ കോയിൻസൈഡ്. ഫോർ എക്സാമ്പിൾ, examples of null vector are few examples of null vector are: number 1, position vector of origin of the coordinate axis is a null vector. The origin position vector null vector ആണ്. The displacement of a stationary particle in any time interval is a null vector. Displacement vector ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ സീറോ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഈസ് സീറോ വെക്ടർ. ദി വെലോസിറ്റി വെക്ടർ ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഈസ് എ നൾ വെക്ടർ. സ്റ്റേഷനറി ഒബ്ജക്റ്റിന് വെലോസിറ്റി ഇല്ല, അതുകൊണ്ട് വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഈസ് എ നൾ വെക്ടർ. ഈ നൾ വെക്ടർ പ്രോപ്പർട്ടീസ് ഒരു 4 പ്രോപ്പർട്ടിയാണ് നമ്മൾ എഴുതുന്നത്. The addition of a null vector to any vector A leaves the vector A unchanged. നൾ വെക്ടർ ഒരു വെക്ടറിൻ്റെ കൂടെ കൂട്ടിയാൽ ആ വെക്ടറിന് മാറ്റമില്ല. എ വെക്ടർ പ്ലസ് സീറോ വെക്ടർ ഈസ് എ വെക്ടർ. നിങ്ങൾ എഴുതുമ്പോൾ ആരോധന വരക്കണമെന്നില്ല, ബാർ വരച്ചാൽ മതി. മുകളിൽ ആരും ഇടണമെന്നില്ല, എയുടെയൊക്കെ മുകളിൽ ആരും ഇടുന്ന താമസമാണ്. എ ബാർ പ്ലസ് സീറോ ബാർ ഈസ് ഈക്വൽ ടു എ ബാർ, അങ്ങനെ എഴുതിയാൽ മതി. നമ്പർ 2, the subtraction of null vector from any vector A leaves a vector unchanged. That is, a vector minus zero vector is a vector. Number 3, when a null vector is multiplied with a scalar s, we get a null vector. That is, s into zero vector is zero vector. When a zero vector is multiplied with any vector, the result is a null vector. That is, 0 into a vector is zero vector. That is all with your P17 class. We continue our class. Thank you.